ഹലോ ഗൈസ്, ഇന്ന് നമ്മുടെ മുന്നിലുള്ളത് BS6 എഡിഷൻ ഹീറോ ഗ്ലാമർ ആണ്. അപ്പോൾ കുറേ നാളായിട്ട് ഒരുപാട് ആൾക്കാർ പറഞ്ഞൊരു റിവ്യൂ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വണ്ടിയുടെ കൂടുതൽ കാര്യങ്ങളിലേക്ക് കിടക്കുന്നതിന് മുന്നേ ആദ്യം BS4 വെർഷനും ഈ ഒരു BS6 വെർഷനുമായിട്ട് എന്തൊക്കെ വ്യത്യാസങ്ങളാണ് വന്നിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ലുക്സിൻ്റെ കാര്യം തന്നെ പറയാം. കഴിഞ്ഞ മോഡൽസിനൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഗ്ലാമർ കുറച്ചും കൂടി ഗ്ലാമറസ് ആയിട്ടുണ്ട്. കാരണം ഗ്രാഫിക്സിൻ്റെ കാര്യത്തിലാണ് ഒരുപാട് ചേഞ്ചസ് വന്നിരിക്കുന്നത്. കഴിഞ്ഞതിനേക്കാൾ കുറച്ചും കൂടി സ്പോർട്ടിയാണ് ഇത്തവണ വരുന്ന BS6 എഡിഷൻ്റെ ഗ്രാഫിക്സ് വരുന്നത്. പിന്നെ ഹെഡ്ലൈറ്റിലേക്ക് നോക്കുവാണെങ്കിൽ കുറച്ചൊന്ന് ചെറുതായിട്ടുണ്ട്, അതുപോലെ തന്നെ കുറച്ച് സ്പോർട്ടി ആയിട്ടും ഉണ്ട്. ഇനി വണ്ടിയുടെ കൂടുതൽ ഡീറ്റെയിൽസിലൊക്കെ പോകുന്നതിന് മുന്നേ BS4 എഡിഷനും BS6 ആയിട്ടുള്ള ഏറ്റവും വലിയ ഡിഫറൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഗ്രാഫിക്സിൻ്റെയും ഹെഡ്ലൈറ്റിൻ്റെയും കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് വേറെ എന്തൊക്കെ വ്യത്യാസങ്ങളാണ് വരുന്നത് എന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ വ്യത്യാസം എന്ന് പറയുന്നത് BS6 വണ്ടികളെല്ലാം FIയിൽ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് എന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ ഗ്ലാമറും FIയിൽ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. കഴിഞ്ഞ BS4 വെർഷൻ ആയിരുന്നെങ്കിൽ കാർബറേറ്ററിലും FIയിലും അവൈലബിൾ ആയിരുന്നു. പക്ഷേ ഇത്തവണ FIയിൽ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത ഒരു ഫീച്ചർ എന്ന് പറയുന്നത് ഓട്ടോ സെയിൽ ടെക്നോളജിയാണ്. എൻ്റെ അപ്പാഷെ 200ൻ്റെ റിവ്യൂ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്കറിയാം GTT എന്ന് പറയുന്ന ടെക്നോളജി എന്താണെന്ന്. അപ്പോൾ TVSന് GTT ആണ് വരുന്നത്, അതായത് ഗ്ലൈഡ് ത്രൂ ടെക്നോളജി. അതുപോലെ തന്നെ ഹീറോയ്ക്കുള്ളൊരു ടെക്നോളജിയാണ് ഓട്ടോ സെയിൽ ടെക്നോളജി എന്ന് പറയുന്നത്. ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ വളരെയധികം ട്രാഫിക് ഉള്ള കണ്ടീഷൻസിൽ, അതായത് സ്റ്റോപ്പ് ആൻഡ് ഗോ ട്രാഫിക്, നമ്മൾ ഫസ്റ്റ് ഗിയറിലും സെക്കൻഡ് ഗിയറിലൊക്കെ മാത്രം ട്രാവൽ ചെയ്യുന്ന സമയത്ത് അങ്ങനെയുള്ള ട്രാഫിക് സിറ്റുവേഷനിൽ ക്ലച്ച് മാത്രം കൺട്രോൾ ചെയ്ത് നിങ്ങൾക്ക് വണ്ടിയുടെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാന്നുള്ളതാണ്. ആക്സിലേറ്റർ കൊടുക്കേണ്ട ആവശ്യമില്ല. ക്ലച്ച് മാത്രം മോഡുലേറ്റ് ചെയ്ത്, അതായത് ഹാഫ് റിലീസ് ചെയ്യുക അല്ലെങ്കിൽ ഫുൾ റിലീസ് ചെയ്യുക. അപ്പോൾ അങ്ങനെ മോഡുലേറ്റ് ചെയ്ത് വണ്ടിയുടെ RPM സ്വന്തമായിട്ട് തന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അത്രയും സമയത്ത് നിങ്ങൾക്ക് ആക്സിലേറ്റർ കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. അതാണ് ഹീറോയുടെ ഓട്ടോ സെയിൽ ടെക്നോളജി എന്ന് പറയുന്നത്. BS6 വെർഷൻ്റെ അടുത്തൊരു പ്രത്യേകതയാണ് റിയൽ ടൈം മൈലേജ്. അതായത് നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് എത്ര കിലോമീറ്റർ മൈലേജിനാണ് നമ്മൾ കറൻ്റ്ലി ഓടിക്കുന്നത് എന്ന് കാണിക്കുന്നതാണ് റിയൽ ടൈം മൈലേജ് എന്ന് പറയുന്നത്. BS6 വെർഷൻ ഗ്ലാമറിൻ്റെ അടുത്തൊരു ഫീച്ചറാണ് ഐഡിയൽ സ്റ്റാർട്ട് സ്റ്റോപ്പ്, അല്ലെങ്കിൽ ഹീറോ വിളിക്കുന്ന പോലെ I3S ടെക്നോളജി. ഇതെന്താണെന്ന് വെച്ചാൽ വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ കുറേ നേരം മൊബൈൽ ഫോൺ യൂസ് ചെയ്യാതിരിക്കുകയാണെങ്കിൽ ഡിസ്പ്ലേ തന്നെ ഓഫ് ആവുന്നതാണ്. എന്നിട്ട് നമ്മൾ കയ്യിലെടുത്ത് ജസ്റ്റ് ഫിംഗർ പ്രിൻറ്റോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബട്ടൺ ഞെക്കുമ്പോഴത്തേക്ക് തന്നെ ഫോൺ ഓണായി വരുന്നത് നമുക്ക് കാണാൻ പറ്റും. ഈ സെയിം രീതിയിലുള്ളൊരു കാര്യമാണ് I3S എന്ന് പറയുന്നത്. അതായത് വണ്ടി ഓണാക്കി വെച്ചിട്ട് കുറച്ച് നേരം ഐഡിയലായിരിക്കുകയാണെങ്കിൽ എഞ്ചിൻ തന്നെ കട്ട് ഓഫ് ആവുന്നതാണ്. അതായത് ബൈക്ക് മുഴുവനായിട്ട് ഓഫ് ആവുന്നതല്ല, പക്ഷേ എഞ്ചിൻ മാത്രം കട്ട് ഓഫ് ആവുന്നതാണ്. എന്നിട്ട് ക്ലച്ച് ഒന്ന് പിടിക്കുമ്പോൾ തന്നെ എഞ്ചിൻ ഓണായി വരുന്നതാണ്. അതിനാണ് ഐഡിയൽ സ്റ്റാർട്ട് സ്റ്റോപ്പ് അല്ലെങ്കിൽ ഹീറോ വിളിക്കുന്ന പോലെ I3S ടെക്നോളജി നമ്മൾ പറയുന്നത്. വണ്ടി ഓടിക്കുന്ന സമയത്ത് ഇതിൻ്റെ ഒരു ഡെമോൺസ്ട്രേഷൻ കറക്റ്റായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. BS6 എഡിഷൻ കുറച്ചും കൂടി പവർ കൂടുതലാണ് BS4നെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ BS4 വെർഷൻ കാർബറേറ്ററായിട്ട് കമ്പയർ ചെയ്യുമ്പോഴാണ് ഇത്തവണ BS6 വെർഷന് പവർ കൂടുതൽ. കഴിഞ്ഞ BS4 FI വെർഷനായിട്ടൊന്ന് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇത്തവണ പവർ കുറവാണ്. ഉദാഹരണം, ഇപ്പോഴത്തെ BS6 എഡിഷൻ്റെ പവർ വരുന്നത് 10.87 PS ആണ്. ടോർക്ക് വരുന്നത് 10.6 Nm ആണ്. കഴിഞ്ഞ BS4 എഡിഷൻ FI വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ 0.82 PS കുറവാണ്, 0.4 Nm ടോർക്കും കുറവാണ് ഇത്തവണ BS6 എഡിഷന്. അടുത്ത വ്യത്യാസം എന്ന് പറയുന്നത് ഇത്തവണ 5 സ്പീഡാണ് ഗിയർ ബോക്സ് വന്നിരിക്കുന്നത്. നമുക്കറിയാം കഴിഞ്ഞ വെർഷൻസിൽ എല്ലാം 4 സ്പീഡാണ് ഗിയർ ബോക്സ് വന്നിരുന്നത്. പക്ഷേ ഇത്തവണ 5 സ്പീഡാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹൈവേ റൈഡിനൊക്കെ കുറച്ചും കൂടി ബെറ്ററാണ്. അല്ലെങ്കിലും 125cc പിന്നെ അതിന് മുകളിലുള്ള വണ്ടികൾ തീർച്ചയായിട്ടും 5 സ്പീഡ് ഗിയർ ബോക്സ് തന്നെയാണ് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. BS6 ഹീറോ ഗ്ലാമറും BS4ഉം തമ്മിലുള്ള അടുത്ത വ്യത്യാസമാണ് ഗ്രൗണ്ട് ക്ലിയറൻസിൻ്റെ കാര്യത്തിൽ. 180 mm ആണ് ഇത്തവണ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. അതായത് ഏകദേശം 30 mm കൂടുതലാണ് കഴിഞ്ഞ BS4ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. അടുത്ത വ്യത്യാസം ബാക്ക് ടയറിൻ്റെ കാര്യത്തിലാണ്. അവിടെയും BS4 എഡിഷനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി വൈഡ് ആയിട്ടുള്ള ടയേഴ്സാണ് വന്നിരിക്കുന്നത്. 100 സെക്ഷനാണ് ഇത്തവണ വരുന്ന ബാക്ക് ടയർ, അതായത് 100/80 സെക്ഷനാണ്. അപ്പോൾ ഇതാണ് ശരിക്കും ഒരു അപ്ഗ്രേഡ് എന്ന് പറയുന്നത്. ലുക്സിൻ്റെ കാര്യത്തിലും ബെറ്ററാണ്, ടയേഴ്സിൻ്റെ കാര്യത്തിൽ ബെറ്ററാണ്, ഗ്രൗണ്ട് ക്ലിയറൻസിൻ്റെ കാര്യത്തിൽ ബെറ്ററാണ്, ഈവൻ മൈലേജും ബെറ്ററാണ്. കാരണം 5 സ്പീഡാണ് ഗിയർ ബോക്സ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹൈവേ ലോങ് റൈഡ്സിനൊക്കെ നമുക്ക് കുറച്ചും കൂടി മൈലേജ് പ്രതീക്ഷിക്കാം. അപ്പോൾ സോഫാർ ഇത്രയും കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ വളരെ നല്ല ഗുഡ് ന്യൂസ് ആണ് നിങ്ങൾക്കുള്ളത്. ഗ്ലാമർ വാങ്ങിക്കാൻ താല്പര്യമുള്ള ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും BS6 എഡിഷൻ നിങ്ങൾക്ക് ബെറ്ററാണ്. അപ്പോൾ ഇനി നമുക്ക് വണ്ടിയുടെ മറ്റ് കാര്യങ്ങളിലേക്ക് വരാം. ആദ്യം തന്നെ എഞ്ചിൻ്റെ സ്പെക്സ് നോക്കാം. BHPയിൽ പറയുകയാണെങ്കിൽ 10.72 BHP ആണ് പവർ വരുന്നത്, 10.6 Nm ആണ് ടോർക്ക് വരുന്നത്, 124.7 cc ആണ് എഞ്ചിൻ വരുന്നത്. സിംഗിൾ സിലിണ്ടറായ 2 വാൽവുള്ള എയർ കൂൾഡായിട്ടുള്ള FI എഞ്ചിനാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. താഴേക്ക് വന്നിട്ട് ബ്രേക്സിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ വണ്ടിക്ക് മെയിനായിട്ട് 2 വേരിയൻസ് ആണ് വരുന്നത്. ഒന്ന് ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്ക് ഉള്ളത്, 2 ഫ്രണ്ടിൽ ഡ്രം ബ്രേക്ക് ഉള്ളത്. ബാക്കിൽ എപ്പോഴും തന്നെ ഡ്രം ബ്രേക്സ് തന്നെയാണ് വരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വേരിയൻറ്റിൽ ഡിസ്ക് ബ്രേക്സ് കാണുന്നുണ്ട്. അപ്പോൾ ഇത് ഡിസ്ക് ബ്രേക്ക് ഉള്ള വേരിയൻ്റ് ആണ്. ബൈബ്രിയാണ് ഡിസ്ക് ബ്രേക്സിൻ്റെ കാലിപ്പറായി വന്നിരിക്കുന്നത്. അലോയ്സ് വരുന്നത് 18 ഇഞ്ചാണ്. പിന്നെ ഈ ഒരു ഡിസൈനിലുള്ള അലോയെ ഹീറോ വിളിക്കുന്നതാണ് സ്പ്ലിറ്റ് അലോയ് വീൽസ് എന്ന്. സസ്പെൻഷൻ വരുന്നത് ഫ്രണ്ടിൽ ടെലിസ്കോപ്പിക്കാണ്, ബാക്കിൽ സ്പ്രിംഗ് ലോഡറാണ്. ബാക്കിലത്തെ സസ്പെൻഷൻ 5 സ്റ്റെപ്പ് അഡ്ജസ്റ്റബിൾ ആണ്. ഇത് അഡ്ജസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിനുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ടൂളുണ്ട്. ഇത് വെച്ചിട്ട് നമ്മൾ സ്പ്രിങ്ങിൻ്റെ താഴെയാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ബട്ടൺസിന് എല്ലാം തന്നെ വളരെ നല്ല ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ടോ കുറച്ചും കൂടി പ്രീമിയം വണ്ടിയായ എക്സ്പൾസിനെ കാട്ടി കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ളൊരു ക്വാളിറ്റിയാണ് എനിക്ക് ഇതിൻ്റെ ബട്ടൺസിൽ തോന്നിയത്.
ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ നോക്കുമ്പോൾ കഴിഞ്ഞ BS4 അധികം ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല. അനലോഗും ഡിജിറ്റലും കമ്പൈൻ ചെയ്തുള്ള ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ് ഇതിന് വന്നിരിക്കുന്നത്. ഒട്ടുമിക്ക എല്ലാ FI വണ്ടികളെ പോലെ തന്നെ കീ ഒന്ന് തിരിക്കുന്ന സമയത്ത് നീഡിൽ ഒരു ഫുൾ സ്വൈപ്പ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു ബട്ടണാണ് ഇതിനുള്ളിലുള്ള ഡേറ്റ കൺട്രോൾ ചെയ്യാൻ ഉപയോഗിക്കുന്നത്. വണ്ടിയുടെ പെട്രോൾ ടാങ്ക് കപ്പാസിറ്റി വരുന്നത് 10 ലിറ്ററാണ്. വളരെ മസ്കുലർ ആയിട്ടുള്ള ഡിസൈനാണ് പെട്രോൾ ടാങ്കിന് വന്നിരിക്കുന്നത്. ബാക്കിലത്തെ ടെയിലൈറ്റ് വന്നിരിക്കുന്നത് H ഷേപ്പിലാണ്. ഇനി നമുക്ക് വണ്ടിയുടെ സൗണ്ട് ഒന്ന് കേട്ടുനോക്കാം. ഇനി നമുക്ക് വണ്ടിയുടെ ഹോൺ ഒന്ന് കേട്ടുനോക്കാം. സീറ്റ് ഒന്ന് റിമൂവ് ചെയ്യുകയാണെങ്കിൽ ഇതിനുള്ളിൽ ഫസ്റ്റ് എയ്ഡ് കിറ്റും പിന്നെ ടൂൾ കിറ്റും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾ വണ്ടി വാങ്ങിക്കുന്ന സമയത്ത് ടൂൾ കിറ്റിനുള്ളിൽ സസ്പെൻഷൻ അഡ്ജസ്റ്റ് ചെയ്യുന്ന ടൂളുണ്ടോ എന്നുകൂടി ഒന്ന് തിരക്കുന്നത് നല്ലതായിരിക്കും. വണ്ടിയുടെ സീറ്റ് ഹൈറ്റ് വരുന്നത് 793 mm ആണ്. ഒരു കമ്പാരിസൺ പറയുകയാണെങ്കിൽ പാഷൻ പ്രോയ്ക്ക് വരുന്നത് 799 mm ആണ്. ഷൈനിന് വരുന്നത് 791 mm ആണ്. എൻ്റെ ഹൈറ്റ് 5 അടി 4 ഇഞ്ചാണ്. വളരെ കംഫർട്ടബിളായിട്ട് തന്നെ എനിക്ക് വണ്ടി ഓടിക്കാൻ പറ്റുന്നുണ്ട്. യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ഉള്ളതല്ല. അപ്പോൾ ഇനി നമുക്ക് വണ്ടി ഓടിക്കുന്ന കാര്യത്തിലേക്ക് വരാം. വണ്ടിയുടെ വെയിറ്റ് വരുന്നത് 122 കിലോയാണ്. പക്ഷേ ഓടിക്കുന്ന സമയത്ത് അത്രയും പോലും വെയിറ്റ് നമുക്ക് ഫീൽ ചെയ്യില്ല എന്നുള്ളതാണ്. വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. വളരെ നിമ്പിളായിട്ടുള്ള ഹാൻഡിലിംഗ് ആണ് ഈ വണ്ടിക്ക്. ട്രാഫിക്കിലൂടെ നമുക്ക് ഈസി ആയിട്ട് മാനൂവർ ചെയ്യാൻ പറ്റുന്നതാണ്. അതുമാത്രമല്ല വളരെ അനായാസം നമുക്ക് വെട്ടിത്തിരിക്കാനൊക്കെ പറ്റുന്നതാണ്. വണ്ടിയുടെ പവർ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് ലോ എൻഡ് മുതൽ മിഡ് റേഞ്ച് വരെയാണ്. ടോപ്പ് എൻഡിൽ ഒട്ടും തന്നെ അങ്ങനെ പവർ നമുക്ക് ഫീൽ ചെയ്യില്ല. സസ്പെൻഷനും സീറ്റും വളരെ സോഫ്റ്റാണ്, കംഫർട്ടബിളാണ്. 2 പേർക്കാണെങ്കിലും ഡെയിലി യാത്രയ്ക്ക് നല്ലതാണ്. ഹോണ്ട യൂണിക്കോണിൻ്റെയൊക്കെ കാര്യം പറഞ്ഞ പോലെ തന്നെ വളരെ അപ്സ്ട്രൈറ്റ് ആയിട്ടുള്ള ഒരു സീറ്റിംഗ് പൊസിഷനാണ്. നമുക്ക് ലോങ് റൈഡ് ചെയ്യാനാണെങ്കിലും വളരെ കംഫർട്ടബിളാണ് ഈ ഒരു വണ്ടി. മറ്റൊരു കാര്യം സീറ്റിന് വളരെയധികം ലെങ്ത് ഉണ്ടെന്നുള്ളതാണ്. സ്ത്രീകൾക്കാണെങ്കിലും പിന്നെ 2 ആവറേജ് സൈസുള്ള ആൾക്കാർക്കാണെങ്കിലും സുഖമായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്നതാണ്. ഹാൻഡിൽ ബാറിലോ ഫുഡ് പെക്സിലോ യാതൊരുവിധ വൈബ്രേഷൻസ് ഫീൽ ചെയ്തില്ല. പിന്നെ ഒരു 65-നൊക്കെ മുകളിൽ കയറി കഴിയുമ്പോഴാണ് കുറച്ചെങ്കിലും വൈബ്രേഷൻ നമുക്ക് ഫുഡ് പെക്സിലൊക്കെ ഫീൽ ചെയ്യുന്നത്. പിന്നെ ഗിയർ ബോക്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ വളരെ സ്മൂത്താണ്. ഷിഫ്റ്റിംഗ് ഒക്കെ ഫോൾസ് ആയിട്ടുള്ള ഗിയർ ഷൂട്ടിങ് വരാൻ സാധ്യതയില്ല. ക്ലച്ചിൻ്റെ ഫീല് കഴിഞ്ഞ മോഡൽസിൻ്റെ അതേപോലൊക്കെ തന്നെയാണ്. പിന്നെ ഫ്രണ്ട് ബ്രേക്കിന് കൂടുതലും ഇനിഷ്യൽ ബൈറ്റാണ്. ബാക്കിൽ വരുന്നത് പ്രോഗ്രസീവ് ബൈറ്റാണ്. പിന്നെ മറ്റൊരു കാര്യം, ഇതിൻ്റെ ത്രോട്ടിൻ്റെ ട്രാവൽ വളരെയധികം കൂടുതലാണ്. ഇനി നമുക്ക് i3s എങ്ങനെയാണ് ഫംഗ്ഷൻ ചെയ്യുന്നത് എന്നുകൂടി നോക്കാം. ഞാനിപ്പോൾ വണ്ടി ഓൺ ആക്കിയേക്കുവാണ്. അതിൻ്റെ കൂടെ i3s ബട്ടണും ഓൺ ആക്കിയേക്കുവാണ്. കുറച്ച് സെക്കൻഡ്സ് വണ്ടി ഐഡിൽ ചെയ്യുമ്പോൾ തന്നെ എൻജിൻ കട്ട് ഓഫ് ആവുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ വണ്ടി ഓഫ് ആയിട്ടുണ്ട്. ഇനി ഞാൻ ക്ലച്ച് പിടിക്കാൻ പോവാണ്. അപ്പോൾ തന്നെ എൻജിൻ സ്റ്റാർട്ടായി വരുന്നത് കാണാം. അപ്പോൾ ഡെയിലി കമ്മ്യൂട്ടിങ്ങിൻ്റെ ഇടയിലും പിന്നെ ട്രാഫിക് ലൈറ്റ്സ് ഒക്കെ ഉള്ള സമയത്ത് ഈ ഒരു ഫീച്ചർ ഉള്ളതുകൊണ്ട് കുറച്ച് നമുക്ക് ഫ്യൂവൽ സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി നമുക്ക് വണ്ടിക്ക് മാർക്കുകൾ ഇട്ട് തുടങ്ങാം. ലുക്സ്, ഫീച്ചേഴ്സ്, പെർഫോമൻസ്, പ്രാക്ടിക്കാലിറ്റി പിന്നെ പ്രൈസ്. ഇത്തരം കാറ്റഗറീസിലാണ് മാർക്കുകൾ വരുന്നത്. ലുക്സിൻ്റെ കാര്യത്തിൽ വണ്ടി ഇമ്പ്രൂവ് ആയിട്ടുള്ളൂ. ഗ്രാഫിക്സിൻ്റെ കാര്യമാണെങ്കിലും ടെയിൽ ലൈറ്റിൻ്റെയും ഹെഡ് ലൈറ്റിൻ്റെയും കാര്യമാണെങ്കിലും ഒരു 125cc കമ്പ്യൂട്ടർ വണ്ടിയെ എത്രത്തോളം സ്പോർട്ടിയാക്കാൻ പറ്റുമോ അത്രയും സ്പോർട്ടിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലുക്സിൻ്റെ കാര്യത്തിൽ 8 out of 10 മാർക്സ് കൊടുക്കുകയാണ്. ഫീച്ചേഴ്സിൻ്റെ കാര്യം പറയുമ്പോൾ ഈ ഒരു സെഗ്മെൻറ്റിൽ, അതായത് ഒരു 125cc വണ്ടിക്ക് വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഈ ഒരു വണ്ടി നമുക്ക് തരുന്നുണ്ട്. ഓട്ടോ സെയിൽ ടെക്നോളജി ആണെങ്കിലും i3s ആണെങ്കിലും പിന്നെ സൈഡ് സ്റ്റാൻഡ് ഇൻഡിക്കേറ്ററും പിന്നെ റിയൽ ടൈം മൈലേജും അങ്ങനെ നമുക്ക് വേണ്ട ഫീച്ചേഴ്സ് എല്ലാം നമുക്ക് ഈ ഒരു വണ്ടി തരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിൽ ഞാൻ ഒട്ടും കുറയ്ക്കുന്നില്ല. 9.5 out of 10 മാർക്സ് കൊടുക്കുകയാണ്. ഒരു 125cc കമ്പ്യൂട്ടർ എഞ്ചിനിൽ നിന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന അത്രയും പെർഫോമൻസ് തന്നെ ഈ വണ്ടി നമുക്ക് തരുന്നുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ട്രാഫിക്കിലൂടെയൊക്കെ പോകുമ്പോൾ വളരെ ഈസി ആയിട്ട് മനൂവർ ചെയ്യാൻ പറ്റുന്നുണ്ട്. വളരെ സിമ്പിളായിട്ട് വെട്ടിത്തിരിക്കാനൊക്കെ പറ്റുന്നുണ്ട്. വണ്ടിയുടെ വെയിറ്റ് നമുക്ക് ഒട്ടും തന്നെ ഫീൽ ചെയ്യുന്നില്ല ഓടിക്കുന്ന സമയത്ത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ 8 out of 10 മാർക്സ് കൊടുക്കുകയാണ്. ഗ്ലാമർ ഏറ്റവും ആദ്യം ഇറങ്ങിയ സമയത്തും ആ ഒരു സെഗ്മെൻറ്റിൽ ഏറ്റവും കൂടുതൽ സെല്ലായ വണ്ടികളൊന്നാണ് ഗ്ലാമർ എന്ന് പറയുന്നത്. ഇന്ന് 2020 നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പോഴും 125cc സെഗ്മെൻറ്റിലെ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു കോമ്പറ്റീറ്ററാണ് ഗ്ലാമർ എന്ന് പറയുന്നത്. 2 പേർക്കും വളരെ സുഖമായിട്ട് ഇതിൽ യാത്ര ചെയ്യാം. പ്രത്യേകിച്ച് സ്ത്രീകൾക്കും വളരെ കംഫർട്ടബിളാണ്. 10 ലിറ്ററാണ് ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി വരുന്നത്. ഏകദേശം 160cc സെഗ്മെൻറ്റിലെ വണ്ടികൾക്ക് തന്നെ 12 ലിറ്റേഴ്സാണ് ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി വരുന്നത്. അപ്പോൾ ഒരു 125cc വണ്ടിക്ക് 10 ലിറ്റേഴ്സ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇംപ്രസീവ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രാക്ടിക്കാലിറ്റിയുടെ കാര്യത്തിൽ ഞാൻ 8.5 out of 10 മാർക്സ് കൊടുക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് പ്രൈസിൻ്റെ കാര്യത്തിലേക്ക് വരാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2 വേരിയൻസ് ആണ് ഗ്ലാമറിന് വരുന്നത്. ആദ്യം നമുക്ക് ഡിസ്ക് ബ്രേക്ക് ഉള്ള വേരിയൻറ്റിനെ നോക്കാം. 94,934 ആണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. ഇൻഷുറൻസ് ആകുമ്പോൾ ഏകദേശം 5,880 റുപ്പീസാണ്. ഇനി ഡ്രം ബ്രേക്ക് വരുന്നത്, അതായത് ഫ്രണ്ട് ബ്രേക്കിൽ ഡിസ്ക് ബ്രേക്കിന് പകരം ഡ്രം ബ്രേക്ക് വരുന്നത്, അതിൻ്റെ പ്രൈസിലേക്ക് വരുമ്പോൾ 90,978 ആണ്. ഇൻഷുറൻസ് വരുന്നത് 5,804 റുപ്പീസാണ്. ഓൺ റോഡ് പ്രൈസാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ 2 വേരിയൻസ് തമ്മിൽ ഏകദേശം 4,000 റുപ്പീസാണ് ഡിഫറൻസ് വന്നിട്ടുള്ളത്. ഇൻഷുറൻസിൻ്റെ കാര്യം പറയുമ്പോൾ വളരെ ചെറിയൊരു ഡിഫറൻസ് മാത്രമേ അതിൽ വരുന്നുള്ളൂ.
പിന്നെ നമുക്ക് ഓൾറെഡി അറിയാവുന്ന ഒരു കാര്യമാണ് BS6 ഇറങ്ങിയപ്പോൾ എല്ലാ വണ്ടികൾക്കും റേറ്റ് കൂടി, ബൈക്കാണെങ്കിലും കാറാണെങ്കിലും. മിക്കവാറുമുള്ള ഏതൊരു ബൈക്ക് നോക്കുവാണെങ്കിലും ആ ബൈക്ക് നിൽക്കുന്ന സെഗ്മെൻറ്റും പിന്നെ അതിൻ്റെ പ്രൈസും തമ്മിൽ നമുക്ക് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റുന്നതല്ല. ഹീറോ ഗ്ലാമറിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. BS6 വന്നപ്പോൾ എല്ലാത്തിനും റേറ്റ് കൂടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രൈസിൻ്റെ കാര്യത്തിൽ 7 ഔട്ട് ഓഫ് 10 മാർക്ക് കൊടുക്കുകയാണ്. അപ്പോൾ ഗ്രാൻഡ് ടോട്ടൽ 41 ഔട്ട് ഓഫ് 50 മാർക്സാണ് ഹീറോ ഗ്ലാമർ സ്കോർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഗൈസ്, മലയാളത്തിലെ ഏറ്റവും ബെസ്റ്റ് വണ്ടികളുടെ റിവ്യൂസ് കാണാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല ഹീറോയുടെ ഏതൊരു വണ്ടി നിങ്ങൾക്ക് എൻക്വയറി ചെയ്യാനാണെങ്കിലും ബുക്ക് ചെയ്യാനാണെങ്കിലും ഞാൻ താഴെ ഒരു നമ്പർ കൊടുക്കുന്നുണ്ട്, അതിൽ വിളിച്ചാൽ മതി. അതുമാത്രമല്ല എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നതാണ്, അതിന് നിങ്ങൾക്ക് ഫോളോ ചെയ്യാം, പിന്നെ എനിക്ക് മെസ്സേജ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഗൈസ്, ഡ്രൈവ് സേഫ്, ടേക്ക് കെയർ.